ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് ഒരു സ്നാക്കായാലും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ മുളക് കണ്ടിരുന്നു. അപ്പോൾ ശരി, എന്നാൽ മുളക് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ മുളക് നമ്മൾ ഒരു വെള്ളത്തിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്ത് നമ്മൾ പുളിവെള്ളത്തിനകത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പുളിയും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക്. അല്ലാത്തവർക്ക് ഇപ്പം ഭയങ്കര എരിവൊക്കെ തോന്നുന്നവർക്ക് ചൂടുവെള്ളത്തിനകത്ത് വേണമെങ്കിൽ മുക്കിയിട്ട് നമ്മൾ അത് നടുക്ക് സ്ലെറ്റ് ചെയ്യണം, എന്നിട്ട് വെള്ളം കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് ബേസിൻ്റെ പൗഡർ, അതായത് കടലമാവ് എടുക്കുക ആവശ്യത്തിന്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളിത് കഴിക്കുമോ എന്നറിയില്ല. സോ അത് കാരണം നമ്മൾ അധികം എടുക്കുന്നില്ല, പിന്നെ വേസ്റ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് കടലമാവും, പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, പിന്നെ പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു ഭയങ്കര വാട്ടറി ആക്കരുത്, കുറച്ച് ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര വെള്ളം പോലെ ആവരുത് കേട്ടോ. അങ്ങനെ ഒരു കുറച്ചായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ചിലർ ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ആ മാവൊന്ന് പൊന്തി വരാനും കുറച്ച് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാരത് യൂസ് ചെയ്യും. പക്ഷേ നമ്മളത് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ വീട്ടിൽ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരുപാട് വെള്ളം ആവാനും പാടില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീരെ എരിവ് ഇഷ്ടമല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, മുളകിൻ്റെ ആ മുകളിൽ കട്ട് ചെയ്യുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ എരിവൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ പിന്നെ അധികം എരിവുണ്ടാവില്ല. അപ്പം ഞങ്ങൾ ചെയ്തത് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, പുളി വെള്ളത്തിനകത്തും ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഡിപ്പ് ചെയ്തിട്ട് ഞാനത് മാറ്റിയത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഞാൻ മുളകെല്ലാം ഇട്ടു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിലർക്ക് ഇത് വേണമെങ്കിൽ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വറക്കാവുന്നതാണ്. എന്നിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സോ ഞങ്ങളിത് ഇവിടെ കുറേ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് പിന്നെ നമ്മൾ ഈ എണ്ണ പിന്നെ വേറെ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ, പിന്നെ റീയൂസ് ചെയ്യാനുള്ള ഇത് കാരണം നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇടുന്നത്. ചിലരൊക്കെ ഡിപ്പ് ചെയ്ത് അങ്ങനെ കോരിയെടുക്കാവുന്ന രീതിയിലും ഇടാറുണ്ട്. പക്ഷേ ഞാനിവിടെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളിത് ചെയ്യുക. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുളക് ബജ്ജി ഇസ് റെഡി. സോ ഇതിൻ്റെ കൂടെ നമ്മൾ സോസും അതും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കണം. നല്ല ക്രിസ്പി മുളക് ബജ്ജി ഇസ് റെഡി. സോ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.